അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സ്മാർട്ട് എക്സാം അടുത്തിരിക്കുകയാണല്ലോ. 29 ശനിയാഴ്ചയാണ് മെയിൻ എക്സാം. വിദ്യാർത്ഥികളൊക്കെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം. അതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ 60 മാർക്കോളം ഇസ്ലാമിക് വിഷയങ്ങളിൽ നിന്നാണ്, 40 മാർക്ക് സ്കൂൾ വിഷയങ്ങളും അങ്ങനെയാണ് ഉണ്ടാകുക. പ്രിലിമിനറി എക്സാം എഴുതിയവർക്കൊക്കെ അറിയാലോ. അപ്പോൾ ഇസ്ലാമിക് വിഷയങ്ങളിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇസ്ലാമിക വിഷയങ്ങൾ വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലെ മദ്രസ ക്ലാസ്സിലെ കിതാബിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാകുക. ആ കിതാബിനെ ബേസ് ചെയ്ത്, ആ കിതാബുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഉണ്ടാകുക. അപ്പോൾ ഒക്ടോബർ വരെയുള്ള സിലബസിൽ വരുന്ന പാഠങ്ങൾ, ഒക്ടോബർ എന്ന് വെച്ചാൽ ഇപ്പോൾ നവംബർ ആണല്ലോ, ഒക്ടോബർ വരെയുള്ളത് ഏതാണ്ട് ജമാദുൽ ഊല, ജമാദുൽ ആഖിർ തുടക്കം, ജമാദുൽ ഊല ഫുള്ളായിട്ട് വേണ്ടി വരും. ഏതാണ്ട് നമ്മൾ കിതാബിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓരോ പാഠത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ പാഠത്തിൻ്റെയും ഓരോ കിതാബിൻ്റെയും ഓരോ കിതാബ് വൈസ് നോക്കുകയാണെങ്കിൽ ഓരോ കിതാബിൽ അവസാനത്തൊരു 3 പാഠം മാറ്റി വെച്ച് ബാക്കി എല്ലാ പാഠവും നമ്മൾ സ്മാർട്ടിന് വേണ്ടി തയ്യാറെടുക്കേണ്ടി വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് കഴിഞ്ഞ സ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും. കുറച്ച് കളക്ട് ചെയ്ത് വെച്ച കുറച്ച് പഴയകാല ക്വസ്റ്റ്യനുകൾ കണ്ട്, അപ്പോൾ ആ ക്വസ്റ്റ്യനുകളൊക്കെ ഒന്ന് വായിക്കാം എന്നുള്ള നിലക്കാണ് വീഡിയോ ചെയ്തത്. വിദ്യാർത്ഥികൾ സ്മാർട്ട് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കപ്പെടുമല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ടതെല്ലാം വായിക്കുന്നില്ല, പ്രധാനപ്പെട്ട കുറച്ച് എല്ലാ ക്ലാസ് ഏകദേശം കുറച്ച് മിക്ക ക്ലാസ്സുകളെയും ക്വസ്റ്റ്യനുകളുണ്ട്. എല്ലാം മിക്സാക്കിയിട്ടാണ് ഉള്ളത്. ഞാൻ കിട്ടുന്ന നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് വായിക്കാം. അപ്പോൾ നോട്ട് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഇത് വരുന്നതല്ല, എന്നാലും നമ്മൾ ഇതൊക്കെ അറിഞ്ഞു വെക്കേണ്ടതാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന, ഓരോ വർഷങ്ങളിൽ വന്ന അരക്കൊല്ല പരീക്ഷയുടെയും വാർഷിക പരീക്ഷയുടെയും അതുപോലെ തന്നെ പൊതുപരീക്ഷയുടെ ഒക്കെ ക്വസ്റ്റ്യൻസാണിത്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ടച്ച് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് വായിക്കാൻ. അപ്പോൾ ശ്രദ്ധിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് പരമാവധി അധികം ദീർഘിക്കാത്ത രീതിയിൽ കുറച്ച് വായിക്കാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരൻ ആരാണ്? ബിന്യാമീൻ അല്ലേ? ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വയസ്സ് എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു? 180 വയസ്സ്. മുഖത്ത് കുപ്പായമിട്ടപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടിയ പ്രവാചകൻ ആരായിരുന്നു? മുഖത്ത് കുപ്പായമിട്ടപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടിയ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. വേഗത്തിൽ വായിച്ചു പോകാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടത് എവിടെയാണ്? കൻആം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ ആരായിരുന്നു? സഫൂറാ. അത് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഓപ്ഷനിൽ തന്നത് ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് വായിക്കുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവിൻ്റെ പേര് ഇമ്രാൻ അല്ലേ? ഇസ്രായേൽ കുടുംബത്തിൽ ജനിച്ച ഒരു പ്രവാചകൻ മൂസാ നബി അലൈഹി ഇസ്ലാം എഴുതാം. നമ്മുടെ 6ാം ക്ലാസ് ബേസ്ഡ് ക്വസ്റ്റ്യനാണിത്, അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് താറഹ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സാം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യാപിതാവ്, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ പേര് ഷുഐബ്.
പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോളെ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം സഹോദരന്മാരെ കണ്ടുമുട്ടിയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം എന്താണ് അവരോട് പറഞ്ഞത്? അവർ ഭയപ്പെട്ട് എന്താണ്, അവർ എന്തെങ്കിലും ആക്ഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്താണ് പറഞ്ഞത്? ഇന്ന് നിങ്ങളുടെ മേൽ ആക്ഷേപമൊന്നുമില്ല എന്ന്, അതാണ് പറഞ്ഞത്. പിന്നെ പ്രസിദ്ധനായ ഒരു പ്രപഞ്ചത്യാഗികൾ കുറേ ഉണ്ട്, എന്നാലും പ്രസിദ്ധനായ നമ്മൾ കിതാബുകളിലൊക്കെ പഴയ 6ാം ക്ലാസ്സിലോ മറ്റാന്ന് തോന്നുന്ന പാഠമുണ്ട്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അഖ്ളർ, അഹ്മർ, അൽബീദ്. അങ്ങനെ ഓപ്ഷൻ വന്നാൽ അൽബീദ്, വെള്ള വസ്ത്രമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വർഷം സേവനം ചെയ്തിട്ടുണ്ട്? 10 വർഷം. പിന്നെ റിഫായി റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെയാണ്? ഇറാഖിൽ. പിന്നെ ഖാദിമുർ റസൂലുള്ള എന്നറിയപ്പെടുന്ന സ്വഹാബി നമ്മളിപ്പം പറഞ്ഞതാണ് അനസ് റളിയല്ലാഹു അൻഹു. പിന്നെ വഖീ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ, മദ്ഹബിൻ്റെ ഇമാമിൽപ്പെട്ട ഒരു ശിഷ്യൻ അങ്ങൊക്കെ വരാം. ആരാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. പിന്നെ ഇതൊക്കെ നമ്മുടെ കിതാബിൽ ആലമുൻ നുജൂം, ആലമുൻ നബാത്താത്ത്, ആലമുൽ അസ്മാക്ക്, ആലമുത്തൊയൂർ, ആലമുദ്ദവാബ്, അതൊക്കെ അറിയാമല്ലോ അല്ലേ? ആലമുൻ നുജൂം എന്ന് വെച്ചാൽ നക്ഷത്രലോകം, ആലമുൻ നബാത്താത്ത് സസ്യലോകം, ആലമുൽ അസ്മാക്ക് മത്സ്യലോകം, ആലമുത്തൊയൂർ പക്ഷിലോകം, ആലമുദ്ദവാബ് ജന്തുലോകം. അതൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ ശ്രദ്ധിക്കാം. പിന്നെ മുമ്പും പിമ്പുമുള്ള, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, മുൻപും പിൻപുമുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്ന നോമ്പ്. ആ നോമ്പിൻ്റെ മുമ്പുള്ളതും ശേഷമുള്ളതുമായ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കും. ഏത് നോമ്പാണ്? അറഫ നോമ്പ് അല്ലേ? പിന്നെ സ്വർണത്തിൻ്റെ നിസ്വാബ് എത്രയാണ്? 85 ഗ്രാം. വെള്ളിയുടെ നിസ്വാബ് 595 ഗ്രാം. അത് ഏതെങ്കിലും ക്ലാസ്സിൽ വരാൻ സാധ്യതയുണ്ട്. 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ സക്കാത്തിൻ്റെ പാഠമായിട്ട് ബന്ധപ്പെട്ട് നിസ്വാബൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. 85 ഗ്രാം ആണ് സ്വർണത്തിൻ്റെ നിസ്വാബ്. വെള്ളിയുടെ നിസ്വാബ് 595 ഗ്രാം. പിന്നെ യാത്ര പോകൽ സുന്നത്തുള്ള ദിവസം ഏതാണ്? യൗമുൽ ഖമീസ് കേട്ടോ. പിന്നെ ഫർള് നിസ്കാരങ്ങൾക്ക് സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ എത്ര ഇരട്ടി ശ്രേഷ്ഠതയാണ് ഉണ്ടാകുക? 70 ഇരട്ടി അല്ലേ? പിന്നെ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം, നമ്മൾ 5 വക്ത് ഫർള് നിസ്കാരങ്ങളല്ല, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? അത് സ്വലാത്തുൽ ലൈൽ, അതായത് രാത്രിയുള്ള നിസ്കാരം, രാത്രി നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, അതാണ് ഏറ്റവും ശ്രേഷ്ഠം ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം. ജുമുഅ നഷ്ടപ്പെടുന്നു ഭയപ്പെട്ടാൽ സുബഹിക്ക് ശേഷം യാത്ര പോകുന്നതിൻ്റെ വിധി. ഹറാം, അറിയാലോ അല്ലേ? പിന്നെ ഹൈള് നിഫാസ്, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. അതായത് ഒരു സ്ത്രീക്ക് ഹൈളുള്ളപ്പോൾ അല്ലെങ്കിൽ നിഫാസ് ഉള്ളപ്പോൾ നിസ്കാരം നഷ്ടപ്പെടുമല്ലോ അല്ലേ? ആ നിസ്കാരം പിന്നീട് ഖളാ വീട്ടുന്നു. അങ്ങനെ ഖളാ വീട്ടുന്നതിൻ്റെ വിധി എന്താണ്? ഹറാം അല്ലേ? ഹൈദ് നിഫാസ് ഉള്ള സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടുന്നതിൻ്റെ വിധി ഹറാമാണ്. ഓക്കെ. പിന്നെ അടുത്ത ശ്രദ്ധിച്ചോളെ. സമ്മതത്തോടെ
മറ്റൊരാളുടെ ബ്രഷ് കൊണ്ട് പല്ല് തേക്കുക. നമ്മളൊരു സുഹൃത്തിൻ്റെ ബ്രഷ് എടുത്തിട്ട് നമ്മൾ പിന്നെ എന്താക്കാണ്, അവൻ്റെ സമ്മതത്തോടെ തന്നെ നമ്മൾ പല്ല് തേക്കുകയാണ് എടുത്തിട്ട്. അങ്ങനെ അതിൻ്റെ വിധി എന്താണ്? ഖിലാഫുൽ ഔല അല്ലേ? ഖിലാഫുൽ ഔലയാണ്, ശ്രദ്ധിക്കണം. സമ്മതത്തോടെയാണെങ്കിൽ. പിന്നെ ബറാഅത്ത് സൂറത്തിൽ ആദ്യത്തിൽ ബിസ്മി ചൊല്ലുന്നതിൻ്റെ വിധി എന്താണ്? ഹറാം അല്ലേ? റമളാൻ ആദ്യം മുതലേ ഫിത്ർ സക്കാത്ത് നൽകും. ഒരാൾ എന്താണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു ചോദിക്കും ചിലപ്പം. ഒരാൾ പിന്നെ റമളാൻ 10 വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഫിത്ർ സക്കാത്ത് നമുക്കറിയാം, പെരുന്നാൾ മാസപ്പിറവി കണ്ടാലാണല്ലോ അല്ലേ കൊടുക്കുക. അപ്പോൾ റമളാൻ 10 അദ്ദേഹം വിദേശത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അല്ലെ അങ്ങനെ കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്? അങ്ങനെയൊക്കെ വന്നെന്താണ്? അത് ജായിസാണ്, അനുവദനീയമാണ്, അങ്ങനെ കൊടുക്കാം കേട്ടോ. റമളാൻ ആദ്യം മുതലേ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് ജായിസാണ്. പിന്നെ പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയുടെ പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് വിളിക്കുന്നതിൻ്റെ വിധി എന്താണ്? സുന്നത്ത്. പിന്നെ ഒരു സ്ത്രീക്കും പുരുഷനും, മുസ്ലിമായ മുക്കല്ലഫായ ഒരു സ്ത്രീയും പുരുഷനും, അവർക്ക് അവരുടെ ഔറത്ത് മറക്കുന്നതിൻ്റെ വിധി എന്താണ്? വാജിബ് കേട്ടോ. അത് ഇനിയിപ്പോൾ അടുത്തത് നോക്കിക്കോ, പെട്ടെന്ന് സ്പീഡാക്കി വായിച്ചു പോവാം. അള്ളാഹുവിൻ്റെ പേരുകൾ 99 അറിയാമല്ലോ അല്ലേ? പിന്നെ നരകത്തിലെ ഭക്ഷണം സക്കൂം. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന് എത്ര ചിറകുകളുണ്ട്? വ്യത്യസ്ത അഭിപ്രായങ്ങൾ, എന്നാലും കൂടുതലും അഭിപ്രായം വന്നത് 600 ചിറകുകൾ. നമ്മളേതോ ഒരു ക്ലാസ്സിൽ പാഠത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് 600 ചിറകുകളാണുള്ളത് കേട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുകൾ. അപ്പോൾ 600, 500, 300 പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി വരും ഓപ്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, 600 ചിറകുകൾ. പിന്നെ ഖുർആനിൽ പേര് പറയപ്പെട്ട നബിമാരുടെ എണ്ണം എത്ര? 25 അല്ലേ? പിന്നെ ആദം നബി അലൈഹി സ്വലാമിന് എത്ര ഏടുകൾ നൽകിയിട്ടുണ്ട്? 10 ഏടുകൾ. ആകെ മൊത്തം ടോട്ടൽ എത്ര ഏടുകളുണ്ട്? അത് 100 ഏടുകൾ കേട്ടോ. ഷീസ് നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ട ഏടുകളുടെ എണ്ണം എത്രയാണ്? 50 കേട്ടോ. പിന്നെ ഖുർആൻ പൂർണ്ണമായും അവതരിച്ചു തീർന്ന വർഷം എത്രയാണ്? എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചു തീർന്നത്? 23 വർഷം കൊണ്ട് കേട്ടോ. ചില ആൾക്കാർ 22 എന്നുള്ള കൺഫ്യൂഷൻ വരുത്തുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. 23 വർഷമാണ്. പിന്നെ ഒരു സ്ത്രീക്ക് നിഫാസിൻ്റെ അധികരിച്ച ദിവസം എത്രയാണ്? നിഫാസ് അധികരിച്ചാൽ എത്ര ദിവസമാണ്? 60 ദിവസം. പിന്നെ ബാങ്കും ഇഖാമത്തും ശറഅാക്കപ്പെട്ട വർഷം ഹിജ്റ 2-ാം വർഷം കേട്ടോ. ബാങ്കും ഇഖാമത്തും ശറഅാക്കപ്പെട്ടത്. ഒരു നിസ്കാരമുണ്ട്, ആ നിസ്കാരത്തിന് 2 ബാങ്കുണ്ട്. 2 ബാങ്ക് വിളിക്കൽ സുന്നത്താണ് ആ നിസ്കാരത്തിന്. അതേത് ഏത് നിസ്കാരമാണ്? ജുമുഅ നിസ്കാരം, വെള്ളിയാഴ്ചയിലെ ജുമുഅ നിസ്കാരം അല്ലേ? അറിയില്ലേ? അറിയുന്നതാണല്ലോ. പിന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്ന പുരുഷന് സുന്നത്തു ഐനാണ് എന്തെന്ന്? സുന്നത്തു ഐനാണ് എന്തെന്ന്? ഒറ്റക്ക് നിസ്കരിക്കുന്ന പുരുഷന് സുന്നത്തു ഐനാണ് എന്ത്? അൽ അദാൻ ട്ടാ, ബാങ്ക് കൊടുക്കൽ. പിന്നെ നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്ത് കേട്ടോ. ഓക്കെ, അടുത്തത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ ഇടം ചോദിച്ച ഒരു ചാൻസ് കിട്ടിയ സമയത്ത് അല്ലേ, പഠിച്ചതാണ് നിങ്ങൾ ആ ക്ലാസ്സുകാർക്ക് ഓർമ്മ വരും. സ്വർഗത്തിൽ ഇടം ചോദിച്ച ഒരു സ്വഹാബി ആരാണ്? എനിക്കത് തന്നെ വേണം. റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു അത് തന്നെ വേണം പറഞ്ഞു. എനിക്കത് തന്നെ വേണമെന്ന് പറഞ്ഞു. ആ സ്വഹാബിയുടെ പേരെന്താണ്? റബീഅത്ത് റളിയല്ലാഹു അൻഹു കേട്ടോ. റബീഅത്ത് റളിയല്ലാഹു അൻഹു. പിന്നെ ഖിയാമത്ത് നാളടുത്താൽ ഭൂമിയിൽ ഭരണം നടത്തുന്ന ഒരു ഇമാം ആരാണ്? അത് മദ്ഹബിൻ്റെ ഇമാമാണെന്ന് വിചാരിക്കേണ്ട, ഒരു ഇമാം ആരാണ്? അത് അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ? മഹ്ദി ഇമാം അല്ലേ, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. പിന്നെ മറഞ്ഞ വഴിയിലൂടെ ലഭിക്കുന്ന ഒരു ഗുണം, എഴുതുക. അതിനുവേണ്ടി പിന്നെന്താണ് ഓപ്ഷൻ പറയുന്നില്ല, ടൈം പോകുന്നുണ്ട്. മറഞ്ഞ വഴിയിലൂടെ ലഭിക്കുന്ന ഒരു ഗുണമാണ് എന്തെന്ന്? ബറക്കത്ത് കേട്ടോ. പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും അറിയാൻ സാധിക്കാത്തത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും അറിയാൻ സാധിക്കാത്ത സംഗതി എന്താണ്? ഗൈബ്, അതായത് മറഞ്ഞ കാര്യങ്ങൾ എന്താകുകയില്ല, മനുഷ്യരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയാൻ സാധിക്കുകയില്ല. പിന്നെ ദജ്ജാൽ അല്ലേ, ഇപ്പം പിന്നെ ഫലസ്തീൻ വിഷയമുള്ളതുകൊണ്ട് പിന്നെ കൂടുതലായിട്ടും യൂട്യൂബിലൊക്കെ ഈ ഖിയാമത്ത് നാളിൻ്റെയും അന്ത്യനാളിൻ്റെ അടയാളങ്ങളും ഇതൊക്കെയുള്ള വയതുകളൊക്കെയാണ് അധികവും വരുന്നത് അല്ലേ. ഇപ്പോൾ ചർച്ചയൊക്കെ അതാണ്. ഇപ്പോൾ അവസാന കാലത്തിൽ വരുന്ന ഒരു ആളാണ് ഒരു ദജ്ജാൽ. ആ ദജ്ജാലിനെ കൊല്ലുന്നുണ്ട് അല്ലേ. ദജ്ജാൽ കൊല്ലപ്പെടുന്ന സ്ഥലം എവിടെയാണ്? എവിടെ വെച്ചിട്ടാണ് ദജ്ജാലിനെ കൊല്ലുക? ബാബുൽ ലുദ്. ഇനി ബാബുൽ ലുദ് എവിടെയാണ്? അത് ഫലസ്തീനിലെ ഒരു സ്ഥലമാണ് കേട്ടോ, ബാബുൽ ലുദ്. ശ്രദ്ധിക്കണം. പിന്നെ ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഗ്രന്ഥം ഏതായിരുന്നു? അൽ മുവത്ത കേട്ടോ. അതും അത് 1-2 ക്ലാസ്സിൽ ഉണ്ട് ആ പാഠം അല്ലേ. പിന്നെ പിന്നെന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ ധനസമ്പാദന മാർഗം ഏതാണ്? പൈസ സമ്പാദിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാർഗം ഏതാണ്? അത്തിജാറ അല്ലേ, കച്ചവടം. പിന്നെ രോഗിയെ സന്ദർശിക്കുമ്പോൾ ചെല്ലേണ്ട ഒരു ദിക്ർ അല്ലെങ്കിൽ ഒരു ദുആ ഉണ്ട്, അതേതാണ്? അല്ലെങ്കിൽ ആ ദുആ തന്നിട്ട് അതെപ്പോഴാണ് ചൊല്ലേണ്ടതെന്ന് ചോദിക്കും അല്ലേ. രോഗിയെ സന്ദർശിച്ച അസ്അലുല്ലാഹ റബ്ബൽ അർശിൽ അലീം അൻ യഷ്ഫീക. അസ്അലുല്ലാഹ റബ്ബൽ അർശിൽ അലീം അൻ യഷ്ഫീക. ഈ ദുആ ആണ് രോഗിയെ സന്ദർശിക്കുമ്പോൾ ചൊല്ലേണ്ട ദുആ. പിന്നെ ഒരാൾക്ക് രോഗം വന്ന് ചികിത്സിക്കുന്നതിൻ്റെ വിധി എന്താണ്? സുന്നത്ത് കേട്ടോ. പിന്നെ ഉളുഹിയത്തിന് ഉപയോഗിക്കുന്ന മാടിൻ്റെ വയസ്സ്, ആടിൻ്റെ വയസ്സല്ലേ, മാടിൻ്റെ വയസ്സ് എത്രയാണ്? മാടുകൾ അറിയില്ലേ, ആട് വെച്ചിട്ടുള്ള മറ്റു സംഗതികൾ, കുട്ടൻ, പിന്നെ ആട് വെച്ചിട്ടുള്ള മറ്റു അതിൻ്റെ പിന്നെ വയസ്സ് എത്ര വയസ്സായിരിക്കണം? അതായത് 2 വയസ്സ് കേട്ടോ, മാറിപ്പോകരുതേ. പിന്നെ ഉളുഹിയത്തിന് ഒട്ടകം ഉപയോഗിക്കുമല്ലോ അല്ലേ, ഒട്ടകത്തിന് ഉളുഹിയത്തിന് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഒട്ടകത്തെ ഉളുഹിയത്ത് ഇറക്കാൻ ഉദ്ദേശിച്ച്, അങ്ങനെയാണെങ്കിൽ എത്ര വയസ്സുള്ള ഒട്ടകമാണ് അദ്ദേഹം കണ്ടെത്തേണ്ടത്? 5 വയസ്സുള്ള ഒട്ടകത്തിന് ഉളുഹിയത്ത് പിന്നെ ഇതാകുക. പിന്നെ ഒട്ടകത്തിൻ്റെ വയസ്സ് 5 വയസ്സാണ് കേട്ടോ, 5 വയസ്സ് ശ്രദ്ധിക്കാം. 5 വയസ്സുള്ള ഒട്ടകത്തിനാണ് ഉളുഹിയത്ത് ഇറക്കേണ്ടത്. 5 വയസ്സാകണം. പിന്നെ അതൊക്കെ 7ാം ക്ലാസ്സിൽ വരുന്നുണ്ടോ അല്ലേ. മയ്യത്തിൻ്റെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കുന്നതിന് പറയുന്നത് എന്താണ്? എങ്ങനെ വരും? ചിലപ്പോൾ അത്തൽബീത്ത്, അത്തസ്ബീത്ത്, അത്തഅസിയത്ത് എന്നിട്ടിങ്ങനെ ഓപ്ഷൻ വരും. അപ്പോൾ മാറിപ്പോണ്ട. താഴ്സിയത്ത് എന്നാണ് പറയുക കേട്ടോ. മയ്യത്തിൻ്റെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കുക താഴ്സിയത്ത് എന്നാണ് പറയുക. പിന്നെ
അൻസാറുകൾ മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് ഓതിയിരുന്ന സൂറത്ത് ഏതായിരുന്നു? അൻസാറുകൾ മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് ഓതിയിരുന്ന സൂറത്ത് ഏതായിരുന്നു? സൂറത്തുൽ ബഖറ. ഓക്കെ, സൂറത്തുൽ ബഖറ. ശ്രേഷ്ഠതയിൽ ഒന്നാം സ്ഥാനത്തുള്ള പള്ളി, ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി, അവിടെ വെച്ചിട്ട് ഒരു വക്ത് നിസ്കാരത്തിന് എത്രയോ പ്രതിഫലം ഉണ്ട് അല്ലേ? എത്രയോ പ്രതിഫലം അത് നിങ്ങൾ നോക്കണം. ആ പള്ളി ഏതാണ്? മസ്ജിദുൽ ഹറാം. ഓക്കെ, പിന്നെ മക്കയിൽ നിന്ന് ഒരാൾ ഉംറക്ക് പോയി. അയാൾ മക്കയിൽ നിന്ന് മടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒരു ത്വവാഫ് ചെയ്യണമല്ലോ അല്ലേ? ആ ത്വവാഫിന് എന്താണ് പറയുക? ത്വവാഫുൽ വിദാ, വിദായിൻ്റെ ത്വവാഫ് ചെയ്യണം. പിന്നെ ഇനി അടുത്ത് നോക്കാം നമുക്ക്. ദാനധർമ്മങ്ങൾ സമ്പത്തിനെ ചുരുക്കുകയില്ല. അപ്പോൾ ആ ഒരു ബേസിലായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നോക്കുക, ദാനധർമ്മങ്ങൾ സമ്പത്തിനെ ചുരുക്കുകയില്ല. പിന്നെ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കാൻ എന്തോന്ന് ആവശ്യമുണ്ട്. ഇബാദത്തുകൾ സ്വീകരിക്കാൻ എന്താണ് ആവശ്യമായി വരുന്നത്? അതായത് ആത്മാർത്ഥത. ആത്മാർത്ഥത ഉള്ള ഇബാദത്തുകളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇഖ്ലാസോടു കൂടിയുള്ള ഇബാദത്തുകളാണ് അള്ളാഹു സ്വീകരിക്കുക. ശ്രദ്ധിക്കുക. പിന്നെ മനുഷ്യനെ നശിപ്പിക്കുന്ന അല്ലെ മനുഷ്യൻ നാശകാരിയായ ഒരു കാര്യം, ഒരു അവസ്ഥ എന്താണ്? ഉൾനാട്യം കേട്ടോ. പിന്നെ അണുമണിത്തൂക്കം ഖിബറുള്ള ആൾ പ്രവേശിക്കില്ല. എവിടെ? അണുമണിത്തൂക്കം ഖിബറുള്ള ആൾ പ്രവേശിക്കില്ല. എവിടെ? സ്വർഗത്തിൽ കേട്ടോ. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബി, അല്ലേ? ഹൃദയത്തിൽ ഒരു അണുമണിത്തൂക്കം ഖിബറുള്ള ആൾ പ്രവേശിക്കില്ല. എവിടെ? സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ശ്രദ്ധിക്കണം. പിന്നെ ഹിജായായ അക്ഷരങ്ങൾക്ക് എത്ര മഹർജുകളുണ്ട് അറിയില്ലേ? 17 മഹർജുകൾ മൊത്തം. തജ്വീദൊന്നും ചോദ്യം വരിക, തജ്വീദ് ശ്രദ്ധിക്കണം. പിന്നെ റായിനെ തർക്കീക്ക് ചെയ്യുന്ന സന്ദർഭങ്ങൾ എത്രയാണ്? 4 കേട്ടോ. പിന്നെ ഇസ്തീലായിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അറിയില്ലേ? ഹുസ്സലഅത്തിൻ ഖിൽ കേട്ടോ, പുറത്ത് നോക്കണേ. ഹുസ്സലഅത്തിൻ ഖിൽ ഇസ്തീലായിൻ്റെ. ഖൽഖലത്തിൻ്റെ അക്ഷരങ്ങളോ? ഖുതുബു ജദ്, ഖുതുബു ജദ്. ഇത് ജീവിതത്തിൽ അത്തരം പോയിന്റുകളൊക്കെ നോക്കി വെക്കണം. പിന്നെ മദ്ദുകൾ, ഓരോ മദ്ദിൻ്റെയും നീട്ടുന്നത്, ഓരോ മദ്ദ് നീട്ടേണ്ട ഖദർ, അതൊക്കെ പഠിച്ചു നോക്കണം. നിർബന്ധമായി നീട്ടേണ്ട മദ്ദുകൾ അതൊക്കെ പഠിച്ചു നോക്കണേ. പിന്നെ അതുപോലെ തന്നെ സക്കിനാനുവിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങൾ ജീവിതത്തിൽ വരുന്ന ഒക്കെ പ്രധാനപ്പെട്ട അതൊക്കെ പഠിച്ചു നോക്കണം. ഖുർആൻ പിന്നെ ഏത് വിധത്തിൽ ഓതലാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായ ഓത്ത് ഏതാണ്? സാവധാനത്തിലോ തർത്തിയിലായിട്ട് ഓതുന്നത് കേട്ടോ, അതൊക്കെ മനസ്സിലാക്കി വെക്കാം. പിന്നെ ഈമാൻ്റെ ശാഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലേ? മനഃശാഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടു. എപ്പോൾ? മിഅ്റാജിൻ്റെ രാവിൽ കേട്ടോ, ശ്രദ്ധിക്കാം. പിന്നെ സത്യവിശ്വാസിക്ക് അള്ളാഹുവിനെ കാണാം. എവിടെ വെച്ച്?
സ്വർഗത്തിൽ വെച്ചല്ലേ. പിന്നെ പതിവായ ഖുർആൻ ഓതിയാൽ പ്രകാശിക്കും എന്ത്? അവൻ്റെ ഹൃദയം പ്രകാശിക്കും കേട്ടോ. പിന്നെ ഖുർആൻ പാരായണത്തിന് ഏറ്റവും ഉത്തമമായ ഒരു സമയം ഏതാണ്? ഏറ്റവും ഉത്തമമായ 3 സമയങ്ങളുണ്ടല്ലേ. അതിൽ പിന്നെ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ പാരായണം ഏറ്റവും ഉത്തമമായ സമയങ്ങളിൽ പെട്ടതാണ് 5 ഉച്ച നേരം, പിന്നെ വൈകുന്നേരം, അർദ്ധരാത്രിക്ക് ശേഷം. അപ്പോൾ അർദ്ധരാത്രിക്ക് ശേഷം ഇത് കേട്ടോ. പിന്നെ ശനിയുണ്ട് ഒരുപാട്. ഓക്കെ, 4ാം ക്ലാസ് ലെവലൊക്കെ ഉണ്ട്, നോക്കണം. സാക്കിനായ തജ്വീദിന് ശേഷം, സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം? സാക്കിനായ മീമിന് ശേഷം ബാ വന്ന ആ പാട്ട് അറിയില്ലാക്കും. ആ പാട്ട് ഓർത്ത് വെച്ചായി. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, ബാ വന്നാൽ ഇഖ്ഫാ, ബാക്കി വന്നാൽ ഇൽഹാർ. അത് ശ്രദ്ധിക്കട്ടെ. നമ്മൾ ന്യൂൻ്റെയും നെൻവീൻ്റെയും നിയമങ്ങൾ അധികം എല്ലാവർക്കും അറിയാൻ പറ്റും. മീമിൻ്റെ ആ 3 നിയമങ്ങൾ അത് ശ്രദ്ധിക്കണം. പിന്നെ അസ്ലിയായ മദ്ദുണ്ടല്ലേ, അസ്ലിയായ മദ്ദിനേക്കാൾ നീട്ടുന്ന മദ്ദുകൾക്ക് എന്താണ് പറയുക? അസ്ലിയായ മദ്ദുകളേക്കാൾ നീട്ടുന്ന മദ്ദുകൾക്ക് ഇതാണ് മദ്ദുൽ ഫറഈ അല്ലേ, പറയും. പിന്നെ അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാണ്? അങ്ങാടികൾ. പിന്നെ കഠിനമായ പീഡനം സഹിച്ച ഒരു സ്വഹാബി ആരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു. പിന്നെ ഇബ്ലീസ് ശപിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഇബ്ലീസിൻ്റെ ഏത് സ്വഭാവമാണ് ഇബ്ലീസ് ശപിക്കപ്പെടാൻ കാരണമായത്? ഇബ്ലീസിൻ്റെ അഹങ്കാരം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ നാട്ടുകാർ ആരാണ്? കല്ലെറിഞ്ഞ നാട്ടുകാർ ത്വായിഫുകാർ കേട്ടോ. മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇതാ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലേ. മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫലസ്തീനിൽ കേട്ടോ. അല്ലാഹു തആലയുടെ സൈന്യം ആരാണ്? മലക്കുകൾ അല്ലേ. അല്ലാഹുവിൻ്റെ സൈന്യം എന്നറിയപ്പെടുന്നത് മലക്കുകളെയാണ്. സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബികൾക്ക് എന്തോ പേര് പറയുമല്ലോ, അല്ലെങ്കിൽ ആ സ്വഹാബികൾ ഏറ്റവും ശ്രേഷ്ഠരായവർ ആരായിരുന്നു? ഖുലഫാഉർ റാഷിദീൻ അല്ലേ. ആ 4 സ്വഹാബികളുണ്ടല്ലോ, അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ. പിന്നെ തജ്വീദുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. നമ്മൾ ഉച്ചാരണം, ഓരോ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്തിന് എന്താണ് പറയുക? മഖ്റജ് കേട്ടോ. തെർത്തീൽ അറിയാലോ, പിന്നെ സാവധാനം ഓതുന്നതിന്. ഇൻഷാല്ലാ ഇത് വീഡിയോ ലോങ്ങായി പോകുന്നതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഇൻഷാല്ലാ കുറച്ചുകൂടി വായിക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ സമയം കിട്ടുമെങ്കിൽ മറ്റന്നാളുള്ള പരീക്ഷ അടുത്തുപോയി, പറ്റുമെങ്കിൽ നാളെ ഏറ്റവും ഒരു വീഡിയോ കൂടി ചെയ്യുക. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല വണ്ണം പരീക്ഷ എഴുതി നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ, സ്മാർട്ട് എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സ്കോളർഷിപ്പിന് ആ ഒരു ലഭ്യതയിലെത്തിച്ചേരാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ശ്രദ്ധിക്കണം, OMR ഷീറ്റാണ്. ബ്ലൂവോ ബ്ലാക്കോ ഏതെങ്കിലും ഒരു ഇങ്ക്, നല്ല പേന, 2 പേന കരുതി വെക്കണേ പരീക്ഷ ഹാളിൽ പോകുന്ന സമയത്ത്. മറ്റു കാര്യങ്ങളൊക്കെ അവിടുന്ന് പിന്നെ ചീഫ് എക്സാമിനറും ഇവരൊക്കെ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.